2-3 ദിവസം മുമ്പ് നേപ്പാളിൽ നടന്ന സംഭവങ്ങൾ നമുക്കറിയാമല്ലോ. നേപ്പാൾ എന്ന രാഷ്ട്രം എന്ന് പറയുന്നത് വളരെ സമാധാനപരമായിട്ട് പോകുന്ന രാഷ്ട്രമാണ്. മറ്റാരെയും അവർ കടന്നാക്രമിക്കാനോ മറ്റേതെങ്കിലും രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഏതെങ്കിലും ബോർഡർ രാജ്യങ്ങളിൽ ആ ബോർഡർ രാജ്യങ്ങൾ അടുത്ത പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനോ ഒന്നും ശ്രമിക്കാത്ത ഒരു ശാന്തമായ രാഷ്ട്രമാണ്. എന്നിട്ടും ആ രാജ്യത്തേക്ക് ഒരു വലിയ വിപ്ലവം കടന്നു വന്നിരിക്കുന്നു. ഈ വിപ്ലവത്തിന് ഒരു പൊതു സ്വഭാവമുണ്ട്. നമ്മൾ അടുത്ത കാലത്തായി മനസ്സിലാക്കിയെന്നിടത്തോളം ബംഗ്ലാദേശിൽ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ബംഗ്ലാദേശിൽ നടന്ന ഒരു വിപ്ലവമുണ്ട്. ഇതേപോലെ തന്നെ ഒരു വിദ്യാർത്ഥി വിപ്ലവം. അതിലും ഇതേ തനി സ്വഭാവമാണ് കാണിച്ചിരിക്കുന്നത്. മന്ത്രിമാരെയും മന്ത്രിമന്ദിരങ്ങൾ തകർക്കുക, പ്രധാനമന്ത്രിയുടെ കൊട്ടാരം തകർക്കുക, ആ വീടിനകത്ത് കയറി, ഇതേപോലെ തന്നെയാണ് നേപ്പാളിൽ നടന്നിരിക്കുന്നത്. എല്ലാം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ തന്നെയാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരേ ശക്തികൾ തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അമേരിക്ക പോലുള്ള വൻപൻ രാജ്യങ്ങളോട് ഏതെങ്കിലും രാജ്യങ്ങളും അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഏതെങ്കിലും രീതിയിലുള്ള വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തേക്ക് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുക എന്നുള്ളത് ഒരു നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ബംഗ്ലാദേശിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. ബംഗ്ലാദേശും അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന അവരുമായിട്ടുള്ള അമേരിക്കയുമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളാണ് അവിടെ ഒരു വലിയ വിപ്ലവമായി മാറിയത്. ഇപ്പോഴും നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്ത് അവിടെയും ഇതുപോലെ തന്നെ അവരെല്ലാം ചൈനയോടും റഷ്യയോടും ഒക്കെ അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ്. ചൈനയോടും റഷ്യയോടും ഒക്കെ അടുക്കുന്ന രാജ്യങ്ങളെ അമേരിക്ക പോലുള്ള ഇത്തരം രാജ്യങ്ങൾ തകർത്ത് കളയുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമാണ്. കാരണം അവർക്ക് ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടാവരുത്. അത് തന്നെയാണ് അതിന്റെ ലക്ഷ്യം. 4-5 വർഷങ്ങൾക്ക് മുമ്പ് അറിയാമല്ലോ, ശ്രീലങ്കയിൽ ഇതുപോലെ തന്നെ ഒരു പ്രക്ഷോഭം ഉണ്ടാവുകയും ഇതേ തനി സ്വഭാവം തന്നെയാണ് അവിടെയും അവർ കാണിച്ചിരുന്നത്. രാജാവിന്റെ കൊട്ടാരങ്ങളും പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും കൊട്ടാരങ്ങൾ ആക്രമിക്കുകയും ആ വീടിനെ നശിപ്പിക്കുകയും മന്ത്രിമാരെ റോഡിലിട്ട് വലിച്ചിഴയ്ക്കുകയും മന്ത്രിമാരെ വെടിവെച്ച് കൊല്ലുകയും അടിച്ചു കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഒരേ രീതി ഇന്ത്യയുടെ 4 വശത്തുമുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ വിപ്ലവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീലങ്കയിലായി, ബംഗ്ലാദേശിലായി, നേപ്പാളിലായി. ഈ 3 വിപ്ലവങ്ങളും ഇന്ത്യക്ക് നൽകുന്ന സൂചനയാണ്. അടുത്ത് സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ അതിനുള്ള എല്ലാ വട്ടചട്ടങ്ങളും നടന്നുകൊണ്ടിരിക്കും. വലിയ താമസമില്ലാതെ ഇന്ത്യയിലും ഇതുപോലൊരു വിപ്ലവം നടക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഈ 3 വിപ്ലവങ്ങൾക്കും ശ്രീലങ്കയുടേതും നേപ്പാളിൻ്റെതും ബംഗ്ലാദേശിൻ്റെതും ഒരേ സ്വഭാവത്തിലുള്ള ഒരു വിപ്ലവമാണ്. 3ഉം വിദ്യാർത്ഥി പ്രക്ഷോഭം തന്നെയാണ്. വിദ്യാർത്ഥികളെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ വിപ്ലവങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. ഒരു രാജ്യത്തിനും ഇത്തരം വിപ്ലവങ്ങൾ ആ രാജ്യത്തിന്റെ പുരോഗതിക്ക് അനുയോജ്യമല്ല. എങ്കിലും ഇതെല്ലാം സംഭവിക്കുന്നു. ബംഗ്ലാദേശിൽ ഇപ്പോ യൂനിസ് എന്ന് പറയുന്ന ഒരാളാണ് ഭരണകർത്താവ്. അദ്ദേഹത്തെയും ഇപ്പോ അവിടുത്തെ ജനങ്ങൾ തള്ളിപ്പറയാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിലുള്ള പ്രവർത്തനം ഏക ലക്ഷ്യം തന്നെയാണ്. സാമ്രാജ്യത്വവാദം തന്നെയാണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ള. എന്റെ ചേരിയിൽ നിൽക്കാത്ത രാജ്യങ്ങളെല്ലാം ഞാൻ തകർത്ത് കളയും എന്നുള്ള സാമ്രാജ്യത്വവാദികളുടെ ഒരു ഭീകര പ്രവർത്തനം തന്നെയാണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ളത്. നമ്മുടെ രാജ്യത്തെ തകർക്കാനുള്ള സകല പരിപാടികളും നടത്തുന്നുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്തുനിന്ന് കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കെല്ലാം ആദ്യം 25% പറഞ്ഞു, പിന്നെ അത് 50% ആയി, ഇപ്പോഴിതാ 500%ലേക്ക് മാറ്റാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനുള്ള സകലവിധമായ പരിപാടികളും അവർ ചെയ്യുന്നു. ഇവർക്ക് ലോകത്ത് ഒരു പോലീസ് മാത്രമേ പാടുള്ളൂ എന്നുള്ള ചിന്തയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഒരു ലോക പോലീസായി നിലനിൽക്കുക. ഞാൻ പറയുന്നതിനപ്പുറം ആരെന്ത് പ്രവർത്തിച്ചാലും അവരെ ഞാൻ ഉന്മൂലനം ചെയ്യും എന്നുള്ളതിന്റെ തെളിവുകളാണ് ഈ 3 രാജ്യത്തും നമ്മൾ കണ്ടത്. ശ്രീലങ്കയിലും ചൈന വന്ന് കുറെ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നടത്തുകയും അവിടെ ഒരു എയർപോർട്ട് സ്ഥാപിക്കുകയൊക്കെ ചെയ്ത ഘട്ടത്തിലാണ് അവിടെയും ഒരു ശക്തമായ വിപ്ലവം ഉണ്ടാവുകയും അവരുടെ ഭരണത്തെ മറിച്ചിടുകയും ഒക്കെ ചെയ്തത്. അതുപോലെ തന്നെ ശ്രീലങ്കയിലും അതുപോലെ തന്നെയാണ് ബംഗ്ലാദേശിലും. ബംഗ്ലാദേശിന്റെ GDP എന്ന് പറയുന്നത് ഇന്ത്യയേക്കാൾ ഉയർന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്ന ഒരു ഘട്ടമാണ്. നല്ല രീതിയിൽ അടുത്ത രാജ്യമായ പാകിസ്ഥാനേക്കാൾ എത്രയോ ഉയർന്ന രീതിയിലാണ് ബംഗ്ലാദേശിന്റെ GDP ഉയർന്നുകൊണ്ടിരുന്നത്. ആ ഘട്ടത്തിലാണ് ആ രാജ്യത്തെയും അവർ തകർത്തത്. അതേപോലെ തന്നെയാണ് നേപ്പാളിനെയും തകർത്ത് തരിപ്പണമാക്കി ആ രാജ്യത്തെ ഭരണാധികാരികളെ റോഡിലിട്ട് വലിച്ചഴച്ചു, മന്ത്രിമാരെ വെടിവെച്ചു കൊന്നു, മന്ത്രിമാരെ ഫാമിലിയെ വീട്ടിനകത്ത് കയറി അതിദരുണമായി കൊല ചെയ്യപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഇതെല്ലാം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ തന്നെയാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നത് അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയിലെ ഭരണാധികാരികൾ ഇതെല്ലാം വളരെ ശ്രദ്ധിച്ചു കണ്ട് മുമ്പോട്ട് പോയില്ലെങ്കിൽ ഇന്ത്യ
ഒരു നേപ്പാളോ ശ്രീലങ്കയോ അല്ലെങ്കിൽ ബംഗ്ലാദേശോ പോലല്ല. ഒരുപാട് സംസ്ഥാനങ്ങൾ കൂടിച്ചേർന്ന ഒരു രാജ്യമാണ്. അവിടെ വ്യത്യസ്തമായ ഭാഷകളുണ്ട്, വ്യത്യസ്തമായ സംസ്കാരമുണ്ട്, വ്യത്യസ്തമായ മതങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തെ തകർക്കാനാണെങ്കിൽ വളരെ എളുപ്പവുമാണ്. കുറെ കാലത്തിന് മുമ്പ് തന്നെ തമിഴ്നാട് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം അവർക്കൊരു സ്വതന്ത്ര രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ്. അതുപോലെ തന്നെ പഞ്ചാബ്, കാശ്മീർ, ഇങ്ങനെയുള്ള പല സംസ്ഥാനങ്ങളും അവർക്ക് സ്വതന്ത്ര ഭരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളുമാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ശത്രുക്കൾക്ക് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറുവാൻ എളുപ്പമാവുന്നത്. നമ്മുടെ രാജ്യത്തിന് ഈ ഗതി വരാതിരിക്കാൻ നമ്മുടെ ഭരണകർത്താക്കൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യവും ഇതുപോലെ തന്നെ പിച്ചി ചീന്തി 4 കഷ്ണങ്ങളാക്കി ഇന്ത്യ എന്ന മഹാരാജ്യത്തെ തകർക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സാമ്രാജ്യത്വവാദികളെ അംഗീകരിക്കാത്തിടത്തോളം കാലം, അവർ പറയുന്ന അവരുടെ ചെൽപ്പടിക്ക് നിൽക്കാതിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യക്ക് അപകടകരമായ യാത്രയായിരിക്കും. അമേരിക്കയുടെ എല്ലാ കള്ളക്കളികളും ഇതുപോലുള്ള കൊച്ചു കൊച്ചു രാജ്യങ്ങളെ തകർക്കാൻ അവർക്ക് ഉപകാരമായി മാറുന്നു. അവരുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.